ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇത് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. മിക്സി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അളന്നെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഗ്ലാസ് മാത്രം മതി, പ്രത്യേകിച്ച് മെഷർമെൻറ്റ് കപ്പൊന്നും ഇതിന് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ആ ഒരു ബൗളിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചെടുക്കുന്നത്. 2 ഗ്ലാസ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പോളം എടുത്താൽ മതിയാവും കേട്ടോ. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്, സാവധാനത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സമയത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് സോഡാപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതായത് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലായിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ. കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഒഴിവാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 35 മിനിറ്റ് ആയ സമയം കൊണ്ട് തന്നെ ഇതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ചൂടോടെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്